രാവിലെ തന്നെ പതിവ് പോലെ ബിഗ് ബോസ് വീട്ടിനകത്ത് അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊരു ശീലമാണല്ലോ, അടി തുടങ്ങാതെ ഒരു പരിപാടിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ താരം കോഫി പൗഡറാണേ. അനു രാവിലെ കിച്ചണിലേക്ക് വന്നിട്ട് കോഫി പൗഡർ നോക്കിയപ്പോൾ കോഫി പൗഡർ കുറച്ച് ഉയരത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നെവിനാണ് നിന്നത്. അപ്പോൾ തന്നെ അനു നെവിനോട് ഒച്ചയെടുക്കുന്നുണ്ട് കോഫി പൗഡർ മുകളിലെടുത്ത് വെച്ചതിനെ പറ്റി. അതിനെ പിടിച്ചിട്ട് അനീഷ് വരുന്നുണ്ട് കേട്ടോ അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ 2-3 ദിവസമായിട്ട് അനീഷ് വാതുറക്കാതിരുന്നിട്ട് ഇന്നിപ്പോൾ രാവിലെ വാതുറന്നിട്ടുണ്ട്. അനീഷ് വാ തുറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആൾക്കാരെല്ലാം ചാടി വീഴും. എവിടെ നിന്നാണ് ചാടി വീഴുന്നതെന്ന് അറിഞ്ഞുകൂടാ. അനീഷ് വാ തുറന്നാൽ അവിടെയുള്ളവർ അനീഷിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. അതുപോലെ എല്ലാവരും വന്ന് അനീഷിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അനീഷ് സത്യത്തിൽ അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇതായിരുന്നു ആദ്യത്തെ ഒരു സീൻ. രണ്ടാമത് വീണ്ടും അടിയാണ് കേട്ടോ. രണ്ടാമത്തെ അടി എന്ന് പറയുന്നത് ഷാനവാസിൻ്റെയും അക്ബറിൻ്റെയും അടിയാണ്. നമ്മൾ ഇന്നലെ രാത്രി പ്രൊമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വന്ന പ്രൊമോയിൽ ഈ ഒരു അടിയെ പറ്റിയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, കിച്ചൺ ടീമിൽ വന്നിട്ട് അപ്പാനിയൊക്കെ പറയുന്നുണ്ട് ഓറഞ്ച് 5-6 ഓറഞ്ച് ഉണ്ടായിരുന്നു, ഓറഞ്ച് കാണാനില്ല, അങ്ങനെ പല സ്ഥലങ്ങളും കാണാനില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓറഞ്ച് ആരെടുത്തു എന്ന് ചോദിക്കുമ്പോൾ റെന ഫാത്തിമ പറയുന്നുണ്ട് ഷാനവാസ് ഓറഞ്ച് എടുത്ത് കട്ട് ചെയ്യുന്നത് കണ്ടു എന്ന് പറയുന്നു. ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിതിവിടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതേ ചൊല്ലി സംസാരമാകുന്നു. തുടർന്ന് ഷാനവാസ് പറയുന്നു റെന ഫാത്തിമ ചീസ് എടുത്ത് ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത് എന്നുള്ളത്. ആദ്യമൊന്നും റെനയൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ റെനയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാക്കി കുറേ ആൾക്കാർ വന്നിട്ടോ, അക്ബറൊക്കെ വന്നിട്ടുണ്ട്. അവസാനം ആരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചീസ് ഫ്രിഡ്ജിനകത്തെടുത്ത് സൂക്ഷിച്ച് വെച്ചതെന്ന് റെന സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈക്വൽ ടു ഈക്വൽ ആയില്ലേ. ഇന്നലെ അനുവിന് ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ച റെനയ്ക്ക് ഇന്ന് ബൂമറാങ് പോലെ തിരിച്ച് കിട്ടിയിരിക്കുന്നു ചീസ് കള്ളി. അങ്ങനെ റെനയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അക്ബർ നിരത്തിലേക്ക് ഇറങ്ങുന്നത്. അക്ബർ കയ്യും ചൂണ്ടി ഷാനവാസിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് ശരിയായോ, റെനയെ ഇങ്ങനെ പറഞ്ഞത് ശരിയായോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നലെ നമ്മൾ കണ്ട പ്രൊമോ. അതിൻ്റെ സംസാരം അവിടെ കണ്ടിന്യൂ ചെയ്ത് നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ അപ്പാനി ഇന്ന് രാവിലെ മുതൽ കുറച്ച് ഡൗൺ ആണ്. അപ്പാനിക്ക് അപ്പാനിയുടെ വൈഫാണ് രേഷ്മയെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി നമ്മൾ കണ്ടിരുന്നു ഷാനവാസ് അപ്പാനിയെ ഒന്നെടുത്ത് കുടഞ്ഞിട്ടുണ്ട് ബിൻസിയുടെ പേര് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ശരിക്കും അപ്പാനി പെട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം പുള്ളിക്കാരൻ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് അപ്പാനി എന്നുള്ളത് പുള്ളിയുടെ സീൻസിൽ നിന്നൊക്കെ മനസ്സിലാവും. പുള്ളി ഭയങ്കര ടെൻസ്ഡായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുവാണ്. മാത്രമല്ല ഇപ്രാവശ്യം നോമിനേഷനിലുള്ള അപ്പാനി പുറത്തേക്ക് പോകുമോ എന്നുള്ളൊരു ഉൾഭയവും പുള്ളിയുടെ ഉള്ളിലുണ്ട്. അങ്ങനെ രാവിലെ രേണുവിനോട് അപ്പാനി പറയുകയാണ് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിരുന്നു, അത്രയും അടുപ്പമുള്ള ഒരാൾ പുറത്തേക്ക് പോയത് കൊണ്ടാണ് എനിക്ക് സങ്കടം വന്ന് ഞാൻ കരഞ്ഞത്. നിങ്ങളാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് സങ്കടം വന്ന് ഞാൻ കരയും, അതിനാണ് ഷാനവാസ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനി നമ്മുടെ രേണുവിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ വീടൊരു കപ്പലാണെങ്കിൽ ആരാണ് മുക്കാൻ നോക്കുന്നത്, ആരാണ് ഉയർത്താൻ നോക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.